സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച മൊഡാൽ ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ മൊഡാൽ ഓക്സിലറി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറീസ് ആണ് മൊഡാൽ ഓക്സിലറി. പിന്നെ അതേപോലെ തന്നെ മൊഡാൽ ഓക്സിലറിയുടെ അടുത്ത കാര്യം പറഞ്ഞത് മൊഡാൽ ഓക്സിലറി ഓരോന്നും കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആണെന്നും അതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗങ്ങളെയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു. എവിടെയൊക്കെ പറയാം, എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. നമുക്ക് മുമ്പ് നടന്നിരുന്ന ഒരു കാര്യം ഇപ്പം മുമ്പ് ഒരു കാര്യം തുടർച്ചയായി നടന്നിരുന്നു എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് നീഡ് ഓപ്ഷനിലുണ്ട്, ഓട്ടിറ്റ് ഓപ്ഷനിലുണ്ട്, ഡയർ ഉണ്ട്, അതുപോലെ യൂസ്ഡ് ഉണ്ട്. ഓക്കെ, ടു വരുന്നുണ്ട്. നമ്മൾ ഏത് ഉത്തരം വരുന്നു? മുമ്പ് ചെയ്തിരുന്നു, മുമ്പ് ഒരു കാര്യം തുടർച്ചയായി ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ യൂസ്ഡ് ടു ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? യൂസ്ഡ് ടു അവിടെ ഉത്തരമായിട്ട് വരുന്നു. യൂസ്ഡ് ടു ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മുമ്പ് ചെയ്തിരുന്നു, ഞാൻ UK സമയത്ത് ഫുട്ബോൾ കളിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ടു. രണ്ടാമത്തെ നോക്കിയേ. വി ഡാഷ് live now or we will miss the last train. നോക്ക്, വി ഡാഷ് live now or we will miss the train. We will miss the last train. would ഓപ്ഷനിലുണ്ട്, can ഓപ്ഷനിലുണ്ട്, should ഉണ്ട്, will ഉണ്ട്. ഏത് ചെയ്യണം? വി ഷുഡ് ലീവ് നൗ. വി ഷുഡ് ലീവ് നൗ. ഉറപ്പിച്ച് പറയല്ലേ, വി ഷുഡ് ലീവ് നൗ. നമ്മൾ ഇപ്പോൾ തന്നെ പോകണം. അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി പോകും, ലാസ്റ്റ് ട്രെയിന് പോകും. അപ്പൊ ഷുഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തേല് ഷുഡ്, അതൊക്കെ പറയുമ്പോഴേ നമുക്ക് കിട്ടുന്നതാണ്. ഷുഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഡാഷ് വി മെറ്റ് ടുമോറോ മോർണിംഗ്. ഡാഷ് വി മീറ്റ്, മെറ്റല്ല മീറ്റ്, ടുമോറോ മോർണിംഗ്. നോക്കിയേ, ഷുഡ് ഓപ്ഷനിലുണ്ട്, വുഡ് ഓപ്ഷനിലുണ്ട്, ഷാൾ ഓപ്ഷനിലുണ്ട്, അതുപോലെ വില്ല് ഓപ്ഷനിൽ ഉണ്ട്. നോക്കിയാണ് കുട്ടികളെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് വി ആണ്. വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സണോടൊപ്പം എപ്പോഴും എന്ത് ചേർത്ത് പറയണം? കോമൺ സെയിങ്സ്, കോമൺ ആയിട്ട് പറയുകയാണ് ഫ്യൂച്ചർ ആക്ഷൻ. ഇവിടെ ടുമോറോ എന്ന് പറയുന്ന ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് പേഴ്സണോടൊപ്പം എപ്പോഴും എന്ത് ചേർത്ത് പറയണമെന്ന് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പേഴ്സൺ പ്ലസ് ഷാള്. സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് വില്ല് ഉപയോഗിക്കാം. കോമൺ ആയിട്ട് ഫ്യൂച്ചർ ആക്ഷൻസിനെ സൂചിപ്പിക്കുന്നു. ഇനി ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് പറയുന്നതെങ്കിൽ ഇപ്പൊ പരസ്പരം മാറ്റി ഉപയോഗിക്കാം. ഫസ്റ്റ് പേഴ്സണോടൊപ്പം വില്ല് ഉപയോഗിച്ചാൽ അത് സ്ട്രോങ് ഡിസയർ ആകുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം ഷാൾ ഉപയോഗിച്ചാൽ അത് സ്ട്രോങ് ഡിസയർ ആയിട്ട് മാറുന്നു. അപ്പൊ സാധാരണ ഫ്യൂച്ചർ ടെൻസില് ഫസ്റ്റ് പേഴ്സണോടൊപ്പം ഐ കോമ വിയോടൊപ്പം ഷാൾ ഉപയോഗിക്കുന്നു, ഫ്യൂച്ചർ ടെൻസിലാണെന്ന് കാണിക്കാൻ. ഇനി ഹി ഷീ ഇറ്റ് ദേ, യു ഹി ഷീ ഇറ്റ് ദേ, ഇവ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ, ഇവയോടൊപ്പം വില്ലാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വി ആണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിച്ച് പറയുന്നു? ഷാൾ അവിടെ ഉത്തരമായിട്ട് ഉപയോഗിക്കുന്നു. ഷാൾ ഉത്തരമായിട്ട് ഉപയോഗിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ പ്ലസ് ഷാൾ ഉത്തരമായിട്ട് പറയുന്നു. കാരണം ടുമോറോ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസിനെ സൂചിപ്പിക്കുന്നു. മീറ്റ് എന്നത് V1 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഡാഷ് ലൈക്ക് എ കപ്പ്. ഐ ഡാഷ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ, കപ്പ് ഓഫ് കോഫി പ്ലീസ്. ഐ ഡാഷ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി പ്ലീസ്. വില്ല് ഓപ്ഷനിലുണ്ട്, ഷാൾ ഓപ്ഷനിലുണ്ട്, വുഡ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഷുഡ് ഓപ്ഷനിലുണ്ട്. ഏതൊക്കെയുണ്ട്? വില്ലുണ്ട്, ഷാളുണ്ട്, വുഡ് ഉണ്ട്, ഷുഡ് ഉണ്ട്. ഐ വുഡ് ലൈക്ക്, നമ്മൾ സാധാരണ പറയില്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നു ഐ വിൽ ലൈക്ക് എന്ന് പറയാൻ പറ്റുമോ? ഐ ഷാൾ ലൈക്ക് എന്ന് പറയാൻ പറ്റുമോ? ഐ ഷുഡ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് ഉത്തരം ഐ വുഡ് ലൈക്ക് കപ്പ് ഓഫ് ടീ. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ കോഫി പ്ലീസ് എന്ന് പറയുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥത്തില് ഐ വുഡ് ലൈക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറയുന്നു. ഓർമ്മയിലിരിക്കുക. അടുത്ത് നോക്കിയേ. ഡു യു തിങ്ക് വി ഡാഷ് ടെൽ സാറ എബൌട്ട് പീറ്റർ. ഡു യു തിങ്ക് വി ഡാഷ് ടെൽ സാറ എബൌട്ട് പീറ്റർ. വുഡ് ഓപ്ഷനിലുണ്ട്, വില്ല് ഓപ്ഷനിലുണ്ട്, പിന്നെ അതുപോലെ ഷുഡ് ഓപ്ഷനിലുണ്ട്, ക്യാനും ഓപ്ഷനിൽ ഉണ്ട്. അപ്പൊ നോക്കിയേ. ഡു യു തിങ്ക് വി ഡാഷ് ടെൽ എബൌട്ട് പീറ്റർ. അപ്പൊ നമുക്ക് വുഡ് ടെല്ല്. ഡു യു തിങ്ക് വി ഷുഡ്, വുഡ് അല്ല, വി ഷുഡ്
ടെൽ. ഷുഡ് മീൻസ് ഉറപ്പായും ചെയ്യണം. വി ഷുഡ് ടെൽ എബൌട്ട് പീറ്റർ. ഷുഡ് ടെൽ എബൌട്ട് പീറ്റർ. പീറ്ററിനെ കുറിച്ച് പറയണം. ഷുഡ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഷുഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഷാളിന്റെ പാസ്റ്റ് ആണ് ഷുഡ് എന്ന് പറയുന്നത്. ഇനി നോക്ക്, വിയോടൊപ്പം ഷുഡ് ഉപയോഗിച്ചാൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈർ ആയിട്ട് മാറ്റുന്നു. ഷുഡ് പാസ്റ്റിലാണ്, പാസ്റ്റിൽ സ്ട്രോങ് ആയിട്ട് പറയാം. അതുകൊണ്ട് ഷുഡ് അവിടെ നമുക്ക് ഉപയോഗിക്കാം. വുഡ് പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം നോക്കി. യു ഡാഷ് സി ദാറ്റ് ഐ ആം റൈറ്റ്. യു ഡാഷ് സി ദാറ്റ് ഐ ആം റൈറ്റ്. യു നോക്ക്, വില്ല് ഓപ്ഷനിലുണ്ട്, വുഡ് ഓപ്ഷനിലുണ്ട്, അതേപോലെ ഷാൾ ഓപ്ഷനിലുണ്ട്, അതുപോലെ ഷുഡും ഓപ്ഷനിൽ ഉണ്ട്. നോക്ക്, വില്ലാണ് ഉത്തരമായിട്ട് വരുന്നത്. യു വിൽ സി. യു വിൽ സി. നോക്ക്, യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സണോടൊപ്പം വില്ലാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. യു വില്ല്. സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം എപ്പോഴും ഉപയോഗിക്കുന്നത് വില്ലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് യു വിൽ സി ദാറ്റ് ഐ ആം റൈറ്റ്. യു വിൽ സി, നിനക്ക് പറ്റും, കാണാൻ കഴിയും എന്ന അർത്ഥത്തില് വില്ല് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ ലെവൽ ഓഫ് ഫ്ലഡ് ഈസ് റൈസിംഗ്. ദ വില്ലേജേഴ്സ് ഡാഷ് വെക്കേറ്റ് ദ വില്ലേജ്. വെക്കേറ്റ് ദ വില്ലേജ് ഇമ്മീഡിയറ്റ്ലി. ആണല്ല, ദ ലെവൽ ഓഫ് ഫ്ലഡ്. അപ്പൊ നോക്കൂ, ചെയ്യണം, ഉറപ്പായും ചെയ്യണം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ദേ, ഉറപ്പായിട്ടും മാറണം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. വെള്ളം കൂടുന്നു, ഉറപ്പായിട്ട് വെക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഉപയോഗിക്കാം. മസ്റ്റ് ഉണ്ട്, നീഡ് ഉണ്ട്, ഷുഡ് ഉണ്ട്, അതേപോലെ ഓട്ടോ ഉണ്ട്. നമുക്ക് ഉത്തരം മസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നു. ഉറപ്പായിട്ട് നീ മാറണം. യു മസ്റ്റ് വെക്കേറ്റ്. വളരെ സ്ട്രോങ്, ഉറപ്പായും മാറേണ്ട കാര്യത്തിലാണ് പറയുന്നത്. മസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ഡാഷ് ഗോഡ് ബ്ലെസ് യു ഡിയർ. ഡാഷ് ഗോഡ് ബ്ലെസ് യു ഡിയർ നമ്മൾ പ്രീവിയസ് എപ്പോഴും പറയുന്നതാണ്. എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ്, സാധ്യതയെ കുറിക്കുന്ന കാര്യങ്ങളാണ്. സാധ്യതയെ കുറിക്കുന്നത് നമ്മളിത് ആ മൊഡാലിൽ ചർച്ച ചെയ്ത ചോദ്യം കൂടിയാണ്. എന്ത് ചെയ്യും, മേ ഗോഡ് യു. എന്ത് ചെയ്യും, മേ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. മേ ഗോഡ് ബ്ലെസ് യു ഡിയർ. മേ ഗോഡ്, നിന്നെ ദൈവം രക്ഷിക്കുമാട്ടെ. നമ്മൾ വിഷൊക്കെ പറയുമ്പം സാധ്യതകളെ കുറിക്കുന്ന കാര്യങ്ങളാക്കണമെങ്കിൽ മേ ഉപയോഗിക്കാം എന്ന് നമുക്ക് പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. The teacher asked me whether I dash solve the problem. Can ഉണ്ട്, could ഉണ്ട്, have ഉണ്ട്, was ഉണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്കിയേ. നോക്കുക, ആസ്ഡ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു കുട്ടികളെ? നിങ്ങൾ റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കും. റിപ്പോർട്ടർ സ്പീച്ചിൽ ആസ്ഡ് നമ്മൾ പറഞ്ഞു. റിപ്പോർട്ടർ സ്പീച്ചിൽ ആസ്ഡ് വരുന്ന സെന്റൻസ് ഒക്കെ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. അപ്പൊ അതിലെപ്പോഴും റിപ്പോർട്ടർ സ്പീച്ചിൽ എപ്പോഴും പാസ്റ്റ് ഓക്സിലറീസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്സിലറിയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കിയാണ്, ക്യാൻ പ്രസന്റ്, കുഡ് പാസ്റ്റ് ആണ്, ഹാവ് പ്രസന്റ്, വാസ് പാസ്റ്റ് ആണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ കുഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്തേ, കുഡ് ഉത്തരമായിട്ട് വരുന്നു. എന്തേ, അയ്യോടൊപ്പം എന്ത് ചേരാറില്ല, അയ്യോടൊപ്പം വാസാണ് ചേരുന്നത്. പക്ഷെ ഇവിടെ കുഡാണ് ഉത്തരമായിട്ട് വരുന്നത്. ഐ പ്ലസ് വാസാണ് നോർമലി ചേർത്ത് പറയുന്നത്. ഐ വാസ് സോൾവ് ദ പ്രോബ്ലം എന്ന് പറയില്ല. വെദർ ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം ആണ് ഉത്തരമായിട്ട് വരുന്നത്. വാസല്ല, കുഡാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അയ്യോടൊപ്പം വാസാണ് ചേരേണ്ടത്. പിന്നെ അതേപോലെ അയ്യോടൊപ്പം വേറെ ചേരുന്ന കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ക്ലോസിൽ മാത്രമേ അയ്യോടൊപ്പം എന്ത് ചേർത്ത് പറയാറുള്ളൂ, വേറെ ചേർത്ത് പറയാറുള്ളൂ. ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. ക്യാൻ വരുന്ന സെന്റൻസ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻ യു സോൾവ് ദ പ്രോബ്ലം എന്ന സെന്റൻസിന്റെ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. ക്യാൻ യു സോൾവ് ദ പ്രോബ്ലം എന്ന സെന്റൻസിന്റെ റിപ്പോർട്ടാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പം ക്യാനിന് എന്താക്കി മാറ്റുന്നു, കുഡാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് വാസ് വരാത്തത്. ക്യാൻ യു സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്ത് എഴുതുന്നതിന്റെ രൂപമാണ് ക്യാനിന്റെ പാസ്റ്റ് കുഡ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം കുഡ് വരുന്നു. അതുകൊണ്ടാണ് വാസ് വരാത്തത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയാ, ദ ടാങ്ക്, ദിസ് ടാങ്ക് ഡാഷ് കണ്ടെയ്ൻ 500 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. നോക്കിയാണ് കുട്ടികളെ, ഒരു വഹിക്കാൻ കഴിയുന്നു, ഒന്നിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കുഡ് ഉപയോഗിക്കോ, വുഡ് ഉപയോഗിക്കോ, ക്യാൻ ഉപയോഗിക്കോ, ഹാവ് ഉപയോഗിക്കുക. എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, ഒരു കാര്യത്തിന്റെ വെയിറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, വഹിക്കുന്നു എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ഏത് ഉപയോഗിക്കും? ക്യാൻ ആണ് കേട്ടോ. ദ ടാങ്ക്, ദിസ് ടാങ്ക് ക്യാൻ കണ്ടെയ്ൻ, ദിസ് ടാങ്ക് ക്യാൻ കണ്ടെയ്ൻ 500 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? കുഴപ്പമില്ല. കുട്ടികളെ, വാട്ടർ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, വാട്ടർ എന്ന് പറയുന്ന വാക്ക് എന്താണ് ഓർമ്മയിലിരിക്കുക? വാട്ടർ എന്ന് പറയുന്ന വാക്ക് അൺകൗണ്ടബിൾ നൗൺ ആണ്. വാട്ടർ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ, വാട്ടർ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ.
അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് വരുന്ന 1-2 വാക്കുകൾ പറ. ഞാൻ അതിൽ കണ്ടപ്പം പറഞ്ഞതാണ്. അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് വരുന്ന 1-2 വാക്കുകൾ പറ. അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് വരുന്ന വാക്കുകളാണ് വാട്ടർ, മണി, ഇൻഫർമേഷൻ, ന്യൂസ്, അതുപോലെ ഫുഡ്, അതുപോലെ ബ്യൂട്ടി, അതുപോലെ ഷുഗർ. ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് വരുന്നു. എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണ് കേട്ടോ ഇവയെല്ലാം. ഇവ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും സിംഗുലാർ ആയിരിക്കും. അൺകൗണ്ടബിൾ നൗൺ പ്ലസ് സിംഗുലാർ വെർബ്. അൺകൗണ്ടബിൾ നൗൺ പ്ലസ് സിംഗുലാർ വെർബ്. ഓർമ്മയിലിരിക്കുക, മറക്കരുത്. എന്നാൽ ഈ വാട്ടറിന്റെ കളക്റ്റീവ് നൗൺ എന്ന് പറയാൻ പറ്റുമോ കുട്ടികളെ? വാട്ടറിന്റെ കളക്റ്റീവ് നൗൺ എന്ന് പറയാൻ പറ്റുമോ? ഓർമ്മിച്ച് പറയാൻ പറ്റുമോ? അറിയാമോ? ഇങ്ങനെ പഠിക്കണം കേട്ടോ. ജഗ്ഗിലിരിക്കുന്ന വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചാണ് കുടിക്കുന്നത്. എന്തെന്ന് പഠിക്കുക? ജഗ്ഗിലിരിക്കുന്ന വെള്ളം നമ്മൾ എന്തിൽ ഒഴിച്ച് കുടിക്കണം? ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണം. ഇപ്പം പറ വാട്ടറിന്റെ കളക്റ്റീവ് ജഗ് ഓഫ് വാട്ടർ, ഗ്ലാസ് ഓഫ് വാട്ടർ. പഠിക്കാൻ പറ്റുമോ? ജഗ് ഓഫ് വാട്ടർ, ഗ്ലാസ് ഓഫ് വാട്ടർ. ജഗ്ഗിലിരിക്കുന്ന വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുക. ജഗ് ഓഫ് വാട്ടർ, ഗ്ലാസ് ഓഫ് വാട്ടർ. ഓർമ്മയിലിരിക്കുക, ഒരു കളക്റ്റീവ് ആണ്. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യമാണ് പോകുന്നത്. ഡാഷ് യു സ്വിച്ച് ഓഫ് ഡാഷ് യു സ്വിച്ച് ഓഫ് ദ റേഡിയോ. ഡാഷ് യു സ്വിച്ച് ഓഫ് റേഡിയോ, ദ റേഡിയോ. വുഡുണ്ട്, ഷുഡുണ്ട്, വില്ലുണ്ട്, കുഡുണ്ട്. ഏതാണ് ഉത്തരം? അവിടെ വില്ല് ഉത്തരമായിട്ട് വരുന്നത്. വിൽ യു, അത് നമ്മൾ പറയുമ്പോഴേക്കുന്നത് വിൽ യു സ്വിച്ച് ഓഫ് ദ റേഡിയോ. വിൽ യു, നിനക്ക് പറ്റുമോ എന്ന അർത്ഥത്തിൽ പറയുന്നു. ആ റേഡിയോ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഒരു ചോദ്യ രൂപേണുള്ള ചോദ്യമാണ്. ഓക്സിലറി വെർബിലോ അല്ല എങ്കിൽ മെയിൻ അല്ലെങ്കിൽ ഓക്സിലറി വെർബിലോ അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിലോ, ഓക്സിലറിയിലോ ക്വസ്റ്റ്യൻ വേർഡിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ. ഓക്സിലറി വെർബിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന, ക്വസ്റ്റ്യൻ മാർക്കാണ് കുട്ടികളെ, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് ഇന്ററോഗേറ്റീവ്. നോക്ക് ഇവിടെ വില്ലെന്ന് പറയുന്ന ഓക്സിലറി തുടങ്ങി എന്തിൽ അവസാനിച്ചിരിക്കുന്നു? ക്വസ്റ്റ്യൻ മാർക്ക്. ഇന്ററോഗേറ്റീവ് കൂടിയാണ്, ഓർമ്മയിലിരുന്നാൽ മതി. ഓക്കെ, അവിടെ വില്ല് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ. ഹി ഡാഷ് ബി വെരി റിച്ച്. ഹി ഡാഷ് ബി വെരി റിച്ച് ബിക്കോസ് ഹി ആൾവേസ് ട്രാവൽസ് ഇൻ ഫസ്റ്റ് ക്ലാസ്. നോക്കിയോ, ഉറപ്പായിട്ടും വേണം. ഉറപ്പായിട്ടും അവൻ റിച്ച് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം. ഉറപ്പായ കാര്യങ്ങൾ. മസ്റ്റ് ഓപ്ഷനിലുണ്ട്, വില്ലുണ്ട്, ക്യാൻ ഉണ്ട്, വുഡ് ഉണ്ട്. ഏതായിരിക്കും ഉത്തരം? മസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മസ്റ്റ് ഉത്തരമായിട്ട് വരുന്നു. നോക്കൂ, മസ്റ്റ് ഉത്തരം വരുന്നത്. ഹി മസ്റ്റ് ബി വെരി റിച്ച്. അവൻ ഉറപ്പായിട്ടും ആയിരിക്കണം, എങ്കിലേ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന അർത്ഥത്തിൽ മസ്റ്റ് അവിടെ ഉത്തരം വരും. ഉറപ്പായ കാര്യങ്ങൾ മസ്റ്റ് ചേർത്ത് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദ ടീച്ചർ ഡാഷ് ആസ്ക് യു ടു ബ്രിങ് ഹോംവർക്ക്. നോക്ക്, ദ ടീച്ചർ ഡാഷ് ആസ്ക് യു ടു ബ്രിങ് ഹോംവർക്ക്. സാധ്യതയെ കുറിക്കുന്ന കാര്യങ്ങളാണ്. മൈറ്റ് ഓപ്ഷനിലുണ്ട്, ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, വുഡ് ഉണ്ട്. ഏത് വരും? മൈറ്റ് ഉത്തരമായിട്ട് വരുന്നു. ദ ടീച്ചർ മൈറ്റ് ആസ്ക് യു ടു ബ്രിങ് ഹോംവർക്ക്. കണ്ടല്ല, സാധ്യതയെ കുറിക്കുന്ന കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു നീ ഹോംവർക്ക് കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ മൈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്യാൻ വരില്ല, ടീച്ചർ ക്യാൻ ആസ്ക്, ക്യാൻ എബിലിറ്റി ആണ്. കുഡ് വരില്ല, കഴിവ്. വുഡ് വരില്ല, പറയില്ല. അതുകൊണ്ട് മൈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. വി ഡാഷ് ടേക്ക് കെയർ ഓഫ് അവർ പാരൻസ്. നമ്മൾ പറയില്ലേ, പാരൻസ് അച്ഛനും അമ്മയും അനുസരിക്കണം, കടമയുള്ളവരായിരിക്കണം എന്നർത്ഥത്തിൽ വരുന്ന ഏതാണ് കുട്ടികളെ? നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞതാണ്. കുഡുണ്ട്, വില്ലുണ്ട്, ഓട്ടിറ്റു ഉണ്ട്, യൂസ്ഡ് ടു ഉണ്ട്. ഏതാണ്? ഓട്ടിറ്റു, കടമയുള്ളവർ എന്ന അർത്ഥത്തിൽ ഓട്ടിറ്റുയോട് ഉത്തരമായിട്ട് വരുന്നു. വി ഓട്ട് ടു ടെയർ, നമ്മൾ റെസ്പോൺസിബിലിറ്റിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഓട്ടിറ്റു ഉപയോഗിക്കണമെന്ന് പഠിച്ചതാണ് അല്ലേ? ഓട്ടിറ്റു മുമ്പ് നടന്നിരുന്നു, ഇപ്പോൾ മുമ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് കാണിക്കാനാണ് യൂസ്ഡ് ടു. പതിവായിരുന്നു എന്നർത്ഥത്തിൽ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നു. വില്ല് വില്ല് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വില്ല് ഉപയോഗിക്കുക. ഇത് പാരൻസിനെ കെയർ ചെയ്യണം എന്നത് നമ്മളെ കടമയാണ്. അതുകൊണ്ട് ഓട്ടിറ്റോട് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നോക്കിയാ. മൈ മദർ ഡാഷ് സ്കോൾഡ് മീ ഇഫ് ഐ ഡോണ്ട് ഗോ ഓൺ ടൈം. മൈ മദർ ഡാഷ് സ്കോൾഡ് മീ. സ്കോൾഡിങ് മീൻസ് വഴക്ക് പറയുക എന്നാണ് കേട്ടോ. മീ ഇഫ് ഐ ഡോണ്ട് ഗോ ബാക്ക് ഓൺ ടൈം. മേ ഓപ്ഷനിലുണ്ട്, വില്ല് ഓപ്ഷനിലുണ്ട്, മൈറ്റ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഏതുണ്ട്? നമ്മുടെ നൺ ഓഫ് ദീസ് ഉണ്ട്. നോക്കിയാണ്ടേ, ഇവിടെ വില്ലാണ് ഉത്തരം വരുന്നത്. കാരണവും കൂടെ നോക്കിയോ. ഉറപ്പായും ചെയ്യുന്ന കാര്യമാണ്. അമ്മ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? എന്നെ വഴക്ക് പറയും. മേ സാധ്യതയെ കുറിക്കുന്ന വാക്കാണ്. മേ സാധ്യത വരൂലല്ല. അമ്മ ഉറപ്പായിട്ടും എന്നെ വഴക്ക് പറയും. അപ്പം മൈ മദർ വിൽ സ്കോൾഡ് മീ. ഐ ഡോണ്ട് ഗോ ബാക്ക് ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ പോയില്ല എങ്കിൽ അമ്മ വഴക്ക് പറയും. സ്ട്രോങ് ആയതുകൊണ്ട്, സ്ട്രോങ് ഡിസയർ ആയതുകൊണ്ട്
വില്ല് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വില്ല് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് യു ഹാവ് ഹോട്ട് ചോക്ലേറ്റ്. ഡാഷ് യു ഹാവ് ഹോട്ട് ചോക്ലേറ്റ്. വില്ല് ഓപ്ഷനിലുണ്ട്, അതേപോലെ ഷാൾ ഓപ്ഷനിലുണ്ട്, കുഡ് ഓപ്ഷനിലുണ്ട്, മേ ഓപ്ഷനിലുണ്ട്. ഏത് വരുന്നു നോക്ക്? വില്ല് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വില്ല് ഉത്തരമായിട്ട് വരുന്നു. വിൽ യു ഹാവ് ഹോട്ട് ചോക്ലേറ്റ്. വിൽ യു ഹാവ് ഹോട്ട് ചോക്ലേറ്റ് ഒരു ചോദ്യ രൂപേണ ചോദിക്കുന്ന സെന്റൻസ് ആണ്. അതുകൊണ്ട് വിൽ യു ഹാവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയ ഐ ഡാഷ് ദ ഫ്ലവേഴ്സ് ഓൺ ദ ബൊക്കെ. ഐ ഡാഷ് അറേഞ്ച് ദ ഫ്ലവേഴ്സ്. ഐ ഡാഷ് അറേഞ്ച് ദ ഫ്ലവേഴ്സ് ഓഫ് ദി ബൊക്കെ. നോക്കിയേ, അവിടെ ബൊക്കയിൽ എനിക്ക് പൂക്കൾ അറേഞ്ച് ചെയ്യാൻ കഴിയും. എബിലിറ്റി സൂചിപ്പിക്കുന്ന വാക്കല്ലേ? എബിലിറ്റി സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ ഏത് വരും എന്ന് പഠിച്ചു. ക്യാൻ ഓപ്ഷനിലുണ്ട്, മേ ഉണ്ട്, കുഡ് ഉണ്ട്, ഷുഡ് ഉണ്ട്. ഏത് വരും? ക്യാൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്യാൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. വളരെ നോക്കിയേ, ബൊക്കയുടെ സ്പെല്ലിംഗ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. BOUQUET ബൊക്കെ. BOUQUET ബൊക്കെ. നോക്ക, ഈ ബൊക്കെ എന്ന് പറയുന്ന ഫ്ലവറിന്റെ കളക്റ്റീവാണ് കേട്ടോ. ബൊക്കെ എന്ന് പറയുന്നത് ഫ്ലവറിന്റെ കളക്റ്റീവാണ്. ബൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൂക്കൾ വെച്ചല്ലേ ബൊക്കെ ഉണ്ടാക്കുന്നത്. പഠിക്കാൻ പറയട്ടാ, നിങ്ങൾ പഠിച്ചു വെച്ചോണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ നിങ്ങൾ ഈ കല്യാണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? ഈ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും പയ്യന്മാരെ വരനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഹാര ഇട്ട് കൊടുക്കും. കറക്റ്റ് അല്ലേ? എന്നിട്ട് ബൊക്കെ കൊടുക്കും. ഈ അളിയൻ പോയി സ്വീകരിക്കണ എങ്ങനെ? ഹാര ഇട്ട് കൊടുക്കും. ഹാരത്തിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ഗാർലൻഡ് എന്ന് പറയും കേട്ടോ. എന്തെന്ന് പറയും? ഗാർലൻഡ്. എന്നിട്ട് ബൊക്കെ കൊടുക്കൂലേ അവളുടെ? ബൊക്കെ കൊടുക്കും. ഹാര ഇട്ട് ബൊക്കെ കൊടുത്ത് റീത്ത് വയ്ക്കണ പരിപാടിയാണ് ഈ കല്യാണം എന്ന് പഠിക്കണം കേട്ടോ. ഹാര ഇട്ട് ബൊക്കെ കൊടുത്ത് റീത്ത് വയ്ക്കണ പരിപാടിയാണ് കല്യാണം. പഠിച്ചു വയ്ക്കാൻ പറ്റുമല്ല? അതല്ലേ? കാരണം ഒരു ജീവിതം തീർന്ന്, അത് തന്നെയാണ് മരിച്ച് എന്നർത്ഥത്തിൽ പറയുന്നു. ഹാര ഇട്ട് ബൊക്കെ കൊടുത്ത് റീത്ത് വയ്ക്കണ പരിപാടിയാണ് കല്യാണം. പഠിക്കാൻ പറ്റുമല്ല? പൂക്കളുടെ കളക്റ്റീവാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. പഠിച്ചോ? ഗാർലൻഡ്. ഹാരത്തിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ഗാർലൻഡ്. ഗാർലൻഡ് ഓഫ് ഫ്ലവർ. ഗാർലൻഡ് ഓഫ് ഫ്ലവർ. ഇനി രണ്ടാമത് ബൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ബൊക്കെ ഓഫ് ഫ്ലവർ. ഗാർലൻഡ് ഓഫ് ഫ്ലവർ, ബൊക്കെ ഓഫ് ഫ്ലവർ. എന്ത് വയ്ക്കുന്ന പരിപാടിയാണ് ഈ കല്യാണം? എന്ത് വയ്ക്കും അവസാനം? റീത്ത് വയ്ക്കുന്ന പരിപാടിയാണ്. റീത്ത് ഓഫ് ഫ്ലവർ. WREATH. റീത്ത് ഓഫ് ഫ്ലവർ. ഗാർലൻഡ് ഓഫ് ഫ്ലവർ, ബൊക്കെ ഓഫ് ഫ്ലവർ, റീത്ത് ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ കളക്റ്റീവ്. പഠിക്കാൻ പറ്റില്ല? ഹാര ഇട്ട് ബൊക്കെ കൊടുത്ത് റീത്ത് വയ്ക്കുന്ന പരിപാടിയാണ് കല്യാണം. ഓർമ്മയിലിരിക്കുക. ബൊക്കെ അല്ലെങ്കിൽ പൂവിന്റെ കളക്റ്റീവ് ആണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വാക്കുകൾ കാണുമ്പം അതിനകത്തുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരും. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ചെടുത്ത് പഠിച്ചോണം. അടുത്ത് നോക്കിയാൽ അടുത്ത ചോദ്യം. ഐ ഡാഷ് വിസിറ്റ് ദ ലോക്കൽ ഗ്രോസറി സ്റ്റോർ സൂൺ. എന്ത് ചെയ്യുന്നു നോക്കുക? ഐ ആണ്. ഐ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഐ വരുന്നുണ്ട്, ഷാൾ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഐയോടൊപ്പം ഫസ്റ്റ് പേഴ്സണോടൊപ്പം ഷാൾ ഉത്തരമായിട്ട് വരുന്നു. ഐ ഷാൾ വിസിറ്റ് ദ ലോക്കൽ ഗ്രോസറി സ്റ്റോർ സൂൺ. നോക്കിയോ, അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ല. നമ്മൾ സൂണിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ കുട്ടികളെ? സൂണിന്റെ കാര്യം നോക്ക്. നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സൂൺ എന്ന് പറയുന്നത്. എങ്ങനെ പഠിച്ചു? TNS 2025. TNS 2025. ടീയിൽ വരുന്ന വാക്ക് ടുമോറോ, എന്നിൽ വരുന്ന വാക്ക് നെക്സ്റ്റ്, എസിൽ വരുന്ന വാക്ക് സൂണ്. വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്ത് പറയണം? വില്ലല്ലെങ്കിൽ ഷാൾ ഉത്തരം. വില്ല് ഓപ്ഷനിൽ വല്ലതും ഉണ്ടാ? വില്ലാത്തോണ്ട് ഷാളോട് ഉത്തരമായിട്ട് എഴുതാം. കണ്ടാ? അത് ടെൻസ് ബേസ്ഡ് കണക്ട് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. കുഴപ്പമില്ലല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് യു ഷോ മീ ദ റോഡ് ടു ദ മാർക്കറ്റ്. ഡാഷ് യു ഷോ മീ ദ റോഡ് ടു ദ മാർക്കറ്റ്. കുഡ് ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്, വില്ലുണ്ട്. എന്ത് ചെയ്യുന്നൂടെ? കുഡ് യു ഷോ മീ കഴിയുമോ എന്നർത്ഥം ചോദിക്കും. കുഡ് യു ഷോ മീ ദ റോഡ് ടു ദ മാർക്കറ്റ്. മാർക്കറ്റിലേക്കുള്ള റോഡ് ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? നോക്കിയ കുട്ടികളെ, എൻ്റെ ഉടുപ്പിന്റെ കളറും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ സ്ലൈഡിന്റെ കളറും ഒരുപോലെയാണ് കേട്ടോ. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, എന്ത് ചെയ്യും? വെച്ചിട്ട് പറഞ്ഞോണം. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയോ, ഐ ഡാഷ് നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടുനൈറ്റ്. ഐ ഡാഷ് നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടുനൈറ്റ്. ക്യാൻ ഓപ്ഷനിലുണ്ട്, അതുപോലെ മൈറ്റ് ഓപ്ഷനിലുണ്ട്, മസ്റ്റ് ഓപ്ഷനിലുണ്ട്, അതേപോലെ കുഡ് ഓപ്ഷനിലുണ്ട്. ഏതാണ് ഉത്തരം? മൈറ്റ്. ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടുനൈറ്റ്. മൈറ്റ് മേയുടെ പാസ്റ്റ് ആണ് മൈറ്റ് എന്ന് പറയുന്നത്. മൈറ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. സാധ്യതയെ കുറിക്കുന്ന കാര്യമായതുകൊണ്ട്
മൈറ്റ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. യു ഡാഷ് നോട്ട് സ്പീക്ക് ലൗഡ്ലി യു ഡാഷ് നോട്ട് സ്പീക്ക് ലൗഡ്ലി ഇൻ ദി ഹോസ്പിറ്റൽ. മൈറ്റ് ഓപ്ഷനിലുണ്ട്, പിന്നെ അതേപോലെ മേ ഓപ്ഷനിലുണ്ട്, മസ്റ്റ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. നോക്കിയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ പോയാൽ ഉറച്ച് സംസാരിക്കാൻ പാടുണ്ടോ? ഉറച്ചു കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. കർശനമായി പാലിക്കേണ്ട കാര്യം മസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മസ്റ്റ് ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നിർബന്ധമായി പാലിക്കേണ്ട കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യുന്നൂടെ? യു മസ്റ്റ് നോട്ട് സ്പീക്ക് ലൗഡ്ലി ഇൻ ദി ഹോസ്പിറ്റൽ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ലിയോണാർഡ് ഡാഷ് ഈസിലി സോൾവ്, ഒരാളുടെ പേരാണ് കേട്ടോ. ഡാഷ് ഈസിലി സോൾവ് ദ പ്രോബ്ലം. ഡാഷ് ഈസിലി സോൾവ് ദ പ്രോബ്ലം. നോക്കിയോ, കുഡ് ഉണ്ട്, മേ ഉണ്ട്, യൂസ്ഡ് ടു ഉണ്ട്, ക്യാൻ ഉണ്ട്. അപ്പൊ ലിയോണാർഡ് ക്യാൻ ഈസിലി സോൾവ് ദ പ്രോബ്ലം. ക്യാൻ കഴിയും, എബിലിറ്റി അല്ലേ, കുഡ് എന്ന് പറയില്ല കേട്ടോ. ക്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? എബിലിറ്റി സൂചിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ക്ലിയർ ആണല്ലോ. കഴിയുന്നു ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നു. എബിലിറ്റി, വെയിറ്റ് ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ ക്യാൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്. ക്യാൻ ഇല്ല എങ്കിൽ നമുക്ക് കുഡ് എഴുതാം. ഇവിടെ കറക്റ്റ് ആയിട്ട് ഉത്തരം ക്യാൻ ആണ്. ഇനി പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കൊന്നും അതിനകത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് കുഡ് ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. ക്യാൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്യാൻ സോൾവ് അല്ലെങ്കിൽ ക്യാൻ ഈസിലി സോൾവ് ദ പ്രോബ്ലം അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഡാഷ് റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. നോക്കിയ കുട്ടികളെ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അല്ലേ. മുമ്പ് ഒരു കാര്യം സ്ഥിരമായി നടന്നിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ഏത് ഓക്സിലറി എന്നറിയാല്ല. ഏതാണ് മുമ്പൊരു കാര്യം സ്ഥിരമായി നടന്നിരുന്നു? നോക്കുക, ഏത്? OT2 ഉത്തരമായിട്ട് എന്ത് ചെയ്യുന്നൂടെ? OT2 അല്ല, യൂസ്ഡ് ടു ഉത്തരമായിട്ട് വരണം. യൂസ്ഡ് ടു ഉണ്ടോ നോക്ക്. യൂസ്ഡ് ടു ഉണ്ട്. നമുക്ക് ഓപ്ഷൻ നോക്കാം. മസ്റ്റ് ഉണ്ട്. OT2 വരുന്നുവെങ്കിൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി, നമ്മളെ എന്ത് ചെയ്യുന്നൂടെ? പാരൻസിനെയൊക്കെ നമ്മളത് ഉത്തരവാദിത്ത ബോധങ്ങളെ സൂചിപ്പിക്കാനാണ് OT2 അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി കുഡ് പറയണം, പിന്നെ കുഡ് ഉണ്ട്, അതേപോലെ യൂസ്ഡ് ടു ഉണ്ട്. ഉത്തരം ഏത് വരുന്നു? മുമ്പൊരു കാര്യം സ്ഥിരമായി ചെയ്തിരുന്നു എന്ന അർത്ഥത്തില് യൂസ്ഡ് ടു അവിടെ ഉത്തരമായിട്ട് വരുന്നു. യൂസ്ഡ് ടു ഉത്തരമായിട്ട് വരുന്നു. ഇനി ചൈൽഡ്ഹുഡിനെ കുറിച്ച് രണ്ട് കാര്യം നോക്കിയേ. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് കേട്ടോ. നൗണാണ്. അതിൽ ഏത് തരം നൗണാണെന്ന് ചോദിച്ചാൽ അബ്സ്ട്രാക്റ്റ് നൗൺ. എന്താണ് ഈ അബ്സ്ട്രാക്റ്റ് നൗണ്? കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേര് അബ്സ്ട്രാക്റ്റ് നൗൺ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ലേ എന്ന്. അതൊരു സ്റ്റേജ് ആണ്. എന്ത് ചെയ്യും? ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്. കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമത്തിന് പറയുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് നൗൺ കേട്ടോ. അല്ലെ, ചൈൽഡ്ഹുഡ്, ഓൾഡ് ഏജ്, പിന്നെ അതേപോലെ തന്നെ പോവേർട്ടി, പിന്നെ അതേപോലെ ബ്യൂട്ടി, പിന്നെ അതേപോലെ ആംഗ്രി, അതുപോലെ സാഡ്നെസ്, ഇതൊക്കെ അബ്സ്ട്രാക്റ്റ് നൗൺ. കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേര് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക ആംഗ്രി കാണാൻ കഴിയുന്ന നാമമില്ലേ? കാണാൻ കഴിയുന്ന നാമത്തിന് പറയുന്ന പേര് കോൺക്രീറ്റ് എന്നാണ് കേട്ടോ. കാണാൻ കഴിയും. പെൻ ഒരു കോൺക്രീറ്റ് നൗൺ ആണ്. ബുക്ക് ഒരു കോൺക്രീറ്റ് നൗൺ ആണ്. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ടെയിൽ ഒരു കോൺക്രീറ്റ് നൗൺ ആണ്. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള ബുക്ക്, പെന്ന്, ബാഗ് ഒക്കെ കോൺക്രീറ്റ് നൗൺ. ആപ്പിൾ കോൺക്രീറ്റ് നൗൺ ആണ്. ഓക്കെ. എന്നാൽ ആംഗ്രി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒക്കെ ആംഗ്രി, ദേഷ്യം കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് തൊട്ട് നോക്കാൻ പറ്റുമോ? ചേട്ടൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് ദേഷ്യം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ കുട്ടികളെ? തൊട്ട് നോക്കാൻ പറ്റുമോ? കാണാനോ തൊട്ട് നോക്കാനോ ഒന്നും പറ്റില്ല ഇല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അബ്സ്ട്രാക്റ്റ് നൗൺ എന്നാണ്. ഇപ്പം ചൈൽഡ്ഹുഡ് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ, ഓർമ്മയിലിരിക്കുക. ഓക്കെ, ഇത്രയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൊഡാൽ ഓക്സിലറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കി. ഓക്സിലറി എന്താണെന്ന് പറഞ്ഞു. പിന്നെ കുറേയൊക്കെ ചോദ്യങ്ങളെന്ന് പറയുമ്പം ആശയം വെച്ച് ഉത്തരം എഴുതി പോകുന്നതാണ്. അപ്പോൾ ആശയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം അർത്ഥങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.